നിങ്ങളുടെ എല്ലാവരുടെയും പിതാവ് ഒന്നാണ്, മാതാവ് ഒന്നാണ്. എത്ര സുന്ദരമായ ഒരാശയം! നിങ്ങളൊരച്ഛനമ്മമാരുടെ മക്കളാൽ ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു. നിങ്ങളെ പല ഗോത്രങ്ങളും കുടുംബങ്ങളും ഒക്കെയാക്കി വേർതിരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാകാനാണ്. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പരസ്പരം അഹങ്കരിക്കേണ്ടവരല്ല, അസൂയ വെക്കേണ്ടവരല്ല, വിദ്വേഷം വെക്കേണ്ടവരല്ല, പൊങ്ങച്ചം പറയേണ്ടവരല്ല, തന്നെ പൊക്കി പറയേണ്ടവരല്ല. മറിച്ച് ഇന്നാ അക്രമക്കും മിനല്ലാഹി അത്ഖാകും. നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് കിഡ്നി തന്ന, നിങ്ങൾക്ക് ഹാർട്ട് തന്ന, നിങ്ങൾക്ക് ബ്രെയിൻ തന്ന, നിങ്ങൾക്ക് കരള് തന്ന, നിങ്ങൾക്ക് കയ്യും കാലും നാക്കും തന്ന, നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഓക്സിജനും തന്ന, എല്ലാം തന്ന പടച്ചവൻ, ആ പടച്ചവന്റെ അടുക്കൽ ഏറ്റവും സൂക്ഷ്മതയും ഭക്തിയും ഉള്ളവനാരോ അവരാണ് നിങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ള വ്യക്തി. അല്ലാതെ നിങ്ങളുടെ സമ്പത്തോ, നിങ്ങളുടെ സ്ഥാനമാനങ്ങളോ, നിങ്ങളുടെ തറവാടോ, നിങ്ങളുടെ കളറോ, നിങ്ങളുടെ ഭാഷയോ, നിങ്ങളുടെ പാർട്ടിയോ, നിങ്ങളുടെ കുടുംബമോ, അതൊന്നുമല്ല പടച്ചവന്റെ അടുക്കൽ പ്രസക്തിയുള്ളത്. നിങ്ങളുടെ ഭക്തിയാണ്. ഈ ഭക്തിയുടെ ഉറവിടം എവിടെയാണ്? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത്തഖ്വാ ഹാഹുന, മനുഷ്യന്റെ മനസ്സാണ്. 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. അത് മനുഷ്യന്റെ മനസ്സ് അഹങ്കാരമില്ലാത്ത മനസ്സാകണം, അതുപോലെ വിദ്വേഷമില്ലാത്ത മനസ്സാകണം, അതേപോലെ വൈരാഗ്യമില്ലാത്ത മനസ്സാകണം. വിദ്വേഷവും വൈരാഗ്യവും പരത്തുന്നത് ആരാണ്? അത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം ഓതിക്കേൽപ്പിച്ചത്. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ. നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കി തീർക്കുന്നത്, നിങ്ങൾക്കിടയിൽ പരസ്പരം വിരോധമുണ്ടാക്കി തീർക്കുന്നത് പിശാചാണ്. അത് പിശാചാണ്, ഈ പൈശാചികമായ പ്രവണതയാണ്. ഇതുകൊണ്ടാണല്ലോ ഖുർആൻ തന്നെ നോക്കിയാൽ സൂറത്ത് യൂസുഫ് എന്ന് പറയുന്ന അതിഗംഭീരമായൊരു സൂറത്തുണ്ടതിൽ. ആ സൂറത്ത് യൂസുഫിൽ കാണാം, സ്വന്തം ഒരേ ബാപ്പയുടെ മക്കൾ ഒരാളോട്, ഒരു ചെറുപ്പക്കാരനായ സുന്ദരനായ മകനോട് അസൂയ വെച്ചു. ആ അസൂയയുടെ പേര് ഒരുപാട് അക്രമങ്ങൾ അഴിച്ചുവിട്ടു. പൊട്ടക്കിണറിൽ കൊണ്ടുപോയി എറിഞ്ഞു, ഒരുപാട് കളവുകൾ പറഞ്ഞു. ബാപ്പയുടെ മുന്നിൽ നിന്ന് ആ മകനെ നല്ല വാക്കുകൾ പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയി ഒരുപാട് അക്രമങ്ങൾ ചെയ്തു. അതെല്ലാം ചെയ്ത്, പക്ഷേ ലോകത്തെ സൃഷ്ടിച്ച സഖാവ് ഉദ്ദേശിച്ചതല്ലേ ഇവിടെ നടക്കുകയുള്ളൂ, അതിലപ്പുറം ഇവിടെ ഒന്നും നടക്കുകയില്ലല്ലോ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം അതേ ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറി. അതൊക്കെ വലിയ നീണ്ട ചരിത്രം ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ആ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കൊട്ടാരത്തിലേക്ക് നേരത്തെ ആക്രമിച്ചിരുന്ന കക്ഷികൾ ഭക്ഷണം തേടി വന്നു. യൂസുഫ് നബി അലൈഹി സ്വലാമിന് വന്നത് എന്നെ ആക്രമിച്ചവരാണ് നന്നായി അറിയാം. പക്ഷേ മഹാനുകൾ വൈരാഗ്യം പ്രകടിപ്പിച്ചില്ല, വിരോധം വെച്ചില്ല. ആ വന്ന ആളുകൾക്ക് മുഴുവനും ഭക്ഷണം കൊടുത്തു എന്നല്ല, അവർക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണവുമായി അവർ പോകുമ്പോൾ സ്വന്തം സഹോദരന്മാരായതിനാൽ മാന്യതയും അതുപോലെ പക്വതയും വേണ്ടേ. അവർ കൊണ്ടുവന്ന സംഖ്യ മഹാനവറുകൾ അത് കൈവശപ്പെടുത്താതെ അവരോട് വാങ്ങി, അവർ കൊണ്ടുപോകുന്ന ഭക്ഷ്യവസ്തുവിന്റെ സഞ്ചിയിൽ തന്നെ ആ സംഖ്യകൾ വെച്ച് കെട്ടിക്കൊടുത്തിട്ട് തിരിച്ചയച്ചു. അവർ തിരിച്ച് നാട്ടിലെത്തുമ്പോഴാണ് സംഖ്യ സ്വീകരിക്കപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് തിരിച്ച് ഹദിയ കിട്ടിയിട്ടുണ്ടെന്ന വിവരം അറിയുന്നത്. ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മുന്നിലേക്ക് അവസാനം അവരെല്ലാവരും വന്നു. അപ്പോഴും അവിടുന്ന് പറയുന്നത് എന്താണ്? അതേ ശൈത്താൻ എന്റെയും നിങ്ങളുടെയും ഇടയിൽ അതേ വൈരാഗ്യമുണ്ടാക്കി, നമ്മൾക്കിടയിൽ ഉണ്ടാക്കി എന്നല്ലാതെ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങൾക്കാർക്കും ഒരാക്ഷേപവും എൻ്റെ ഭാഗത്ത് നിന്ന് ഇല്ല. മറിച്ച് നിങ്ങളെല്ലാം ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്നല്ലോ. എപ്പോ? ശൈത്താൻ നമ്മൾക്കിടയിൽ വൈരാഗ്യമുണ്ടാക്കിയതിന് ശേഷം. പ്രതി ചേർത്തത് ശൈത്താനിനെയാണ്, അവരെ പ്രതി ചേർത്തില്ല. കാരണം ഇസ്ലാം അമ്പിയാക്കൾ പ്രചരിപ്പിച്ച സൗഹാർദ്ദവും അതേപോലെ സഹനവും, അതിൽ അതേ ആരെയും പ്രതിപക്ഷത്ത് നിർത്തി അവരെ ആക്രമിക്കലല്ല, അവരോട് പക തീർക്കലല്ല, മറിച്ച് പിശാചാണ് മനുഷ്യർക്കിടയിൽ
എപ്പോഴും വൈരാഗ്യം സൃഷ്ടിക്കുന്നവൻ എന്ന തിരിച്ചറിവാണ്. എന്റെയും എന്റെ സഹോദരന്മാർക്കും ഇടയിൽ പിശാചി പ്രശ്നമുണ്ടാക്കി എന്നാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത്. കാരണം എല്ലാവരും ഒരേ അച്ഛനമ്മമാരുടെ മക്കൾ പരസ്പരം വൈരാഗ്യമുണ്ടാക്കേണ്ടവർ അല്ല. മതം നോക്കിയിട്ടല്ല, ആശയം നോക്കിയിട്ടല്ല, ഭാഷ നോക്കിയിട്ടല്ല, മുമ്പെന്ത് ചെയ്തു എന്നത് നോക്കിയിട്ടല്ല, എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യുക എന്ന ഇസ്ലാമിന്റെ ആശയം. സൂറത്തു നിസാ, പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ അങ്ങനെയൊരു സൂറത്ത് കാണാം. അതേ ആ വാക്കിന്റെ നേരെ അർത്ഥം അന്നിസാ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്നാണ്. ചിലർ പറയും ഖുർആൻ സ്ത്രീകളെ അവഗണിച്ചു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു റിജാൽ എന്ന് പറഞ്ഞ് പുരുഷന്മാർക്കായിട്ടൊരു സൂറത്ത് തന്നെയില്ല, മറിച്ച് സൂറത്തു നിസാ സ്ത്രീകളെ സംബന്ധിച്ച് പറയാൻ സൂറത്തുണ്ട്. ആ സൂറത്തു നിസായിൽ നിങ്ങൾക്ക് കാണാം, ഒരു വ്യക്തി ഒരു കളവ് നടത്തിയപ്പോൾ ആ കളവ് നടത്തിയ വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയാണെന്ന് പറഞ്ഞ് നബിയുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തൈമത്ത് ബിൻ ഉബൈറഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കളവ് നടത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ കളവ് പിടിക്കപ്പെടും എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഒരു യഹൂദിയുടെ പേരിൽ ആരോപണം ഉന്നയിച്ചു. ആ യഹൂദിയായ മനുഷ്യന്റെ വീട്ടിലായിരുന്നു കട്ടെടുത്ത സാധനം അദ്ദേഹം കൊണ്ടുപോയി സൂക്ഷിപ്പി വെച്ചിരുന്നത്. ആ യഹൂദിയുടെ കൈവശത്തിലായിരുന്നു അതുണ്ടായിരുന്നത്. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് മെല്ലെ മാറിക്കളയാൻ വേണ്ടി യഹൂദിയുടെ പേരിൽ ആരോപണം ഉന്നയിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആൾക്കാരൊക്കെ വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തേമത്തല്ല കട്ടത് യഹൂദിയാണ് എന്നൊരു അമുസ്ലിമിന്റെ പേരിൽ ആരോപണം പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുകയാണ്, ലാ തകുല്ലിൽ ഖായിനീന ഖസീമാ, ഓ വഞ്ചകന്മാരുടെ പക്ഷം നിന്നു പോകല്ലേ, അവിടുന്ന് അതേ സത്യവും നീതിയും അനുസരിച്ച് തീരുമാനം പറയണം. അങ്ങനെയാണ് തഅമ്മത്ത് ഇബ്നു ഉബൈറഖിന്റെ പേരിൽ ശിക്ഷ വിധിച്ചത്. സ്വന്തം കൂടെ ഉള്ളവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയില്ല. അപ്പുറത്തുള്ള ആൾ യഹൂദിയാണ് എന്ന ആ ഒരു ചിന്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായില്ല. അതാണല്ലോ ഖുർആനിന്റെ പ്രത്യേകത. ഖുർആൻ എവിടെയും നീതിയുടെ പക്ഷത്ത്, സത്യത്തിന്റെ പക്ഷത്ത്, മനുഷ്യരെ മനുഷ്യരായി കാണുന്ന പക്ഷത്താണ് ഖുർആനുള്ളത്. അതാണ് യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ ഒരേ മാതാപിതാക്കളിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ പരസ്പരം വൈരാഗ്യവും വിദ്വേഷവും വെക്കുന്നുവെങ്കിൽ അത് പിശാച് നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ദുർബോധനമാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ സൂറത്ത് തന്നെ ഖുൽ അഊദു ബിറബ്ബിന്നാസ്, അതേ മനുഷ്യരുടെ റബ്ബ്. അവിടെ അള്ളാഹുവിനെ പുകഴ്ത്തുന്നത് അങ്ങനെയാണ്. മനുഷ്യരെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന പടച്ചവൻ, എല്ലാവരെയും സൃഷ്ടിച്ചത് പടച്ചവൻ, എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നത് പടച്ചവൻ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത് പടച്ചവൻ. അള്ളാഹുവിന് വിവേചനമില്ല. അതുകൊണ്ടല്ലേ എല്ലാവർക്കും അവനെ കുറിച്ച് പറയുന്നതന്നെ അർ റഹ്മാൻ, വിശാലമായ കാരുണ്യം നൽകുന്നവൻ. അവന്റെ കാരുണ്യത്തിൽ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെ മാത്രം പറയുന്നില്ലല്ലോ. അതേ ഈ ലോകത്ത് പടച്ചവന്റെ നയം അതാണ്. അതേ സമയത്ത് മുസ്ലിങ്ങളായ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ ഈമാന് വേണം, ഇസ്ലാം വേണം. നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ ആശയത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കണം. എന്നാലേ മരിച്ചതിന് ശേഷം നമുക്ക് പടച്ചവന്റെ കാരുണ്യത്തിന്റെ ഭവനം ലഭിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് വേറെ തിരിച്ച് ഏതെങ്കിലും മതക്കാർ തിരിച്ച് വിശ്വസിക്കുന്നുണ്ടോ? അവർക്ക് അങ്ങനെ വിശ്വസിക്കാനും ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആരും കുറ്റം പറയേണ്ടതും ഇല്ലല്ലോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർക്കണം, ആ അല്ലാഹു ജല്ല ജലാലുഹു ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ റബ്ബ്, മനുഷ്യരെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബ്. ഇതല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യമായിരുന്നു. മഹാനവറുകളുടെ സമീപത്ത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയാണ്, ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യമാണ്. അത് വലിയ ഒരു മഹത്വമേറിയ പുണ്യകർമ്മമാണല്ലോ. അതല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും പുണ്യകാര്യം എന്ത് എന്ന് ചോദിക്കുമ്പോൾ തുതഇമു തആം, ഭക്ഷണം കൊടുക്കുക എന്നല്ലേ പറഞ്ഞത്. ആ വാക്ക് കേട്ടിട്ടല്ലേ യഹൂദി പണ്ഡിതനായിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാം സത്യമാണെന്ന് മനസ്സിലാക്കാൻ കാരണമായ അത്തരം ചില വാക്കുകളാണല്ലോ. ഇരിക്കട്ടെ,
ആ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന വലിയ സൽക്കർമ്മം, അതിന് വലിയ പ്രസക്തി നൽകിയ ആളായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അനുസ്മരിച്ചുകൊണ്ട് ഇപ്പോഴും എല്ലാ ദുൽഹജ്ജ് മാസത്തിലും 2-3 ദിവസം തുടർച്ചയായി, അല്ല 4 ദിവസം തുടർച്ചയായി ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ടല്ലോ മുസ്ലിങ്ങൾ. കാരണം അവിടുത്തെ ആ അനുസ്മരണത്തിൽ, അവിടുന്ന് കണ്ട ആ വലിയ സൽക്കർമ്മത്തെ അനുസ്മരിക്കപ്പെടുന്ന വിധത്തിലാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന സൽക്കർമ്മം അല്ലാഹു തആല വെച്ചിട്ടുള്ളത്.